കൊടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാ ശാലോം പ്രേക്ഷകർക്കും മന്നയുടെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സായാഹ്ന പ്രാർത്ഥനയിൽ നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്നു, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എന്ന്. അത്യുന്നതൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ആ സംരക്ഷണത്തിൽ ജീവിക്കുക, ആ തണലിൽ നിൽക്കുക, അവിടെയാണ് നമ്മൾ ഭാഗ്യം അനുഭവിക്കുക എന്ന് തിരുഹൃദയ സംസ്കാരത്തിൽ വളരെ ക്ലിയറായി വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു. നിൻ്റെ നിക്ഷേപം എവിടെയിരിക്കുന്നുവോ അവിടെ നിൻ്റെ ഹൃദയവും ഈശോ പറഞ്ഞു. ഈശോയുടെ നിക്ഷേപം മുഴുവനും പിതാവായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും പിതാവായ ദൈവത്തിലായിരുന്നു ഈശോയുടെ ഹൃദയവും. ഈശോ അറിഞ്ഞു പിതാവ് ആരാന്ന്. നമ്മളും അറിയും തോറും ആ പിതാവിനെ കൂടെ കൊണ്ടു നടക്കാൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ നടക്കാൻ അറിയും തോറും നമ്മൾ കൊതിക്കും. ഇതെങ്ങനെയാണ് അറിയുക? ആ പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്ന യാഥാർത്ഥ്യങ്ങൾ, സംഭവങ്ങൾ, വ്യക്തികൾ തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഭാഗ്യമെന്ന് വിധി എഴുതുന്ന യാഥാർത്ഥ്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ആ പിതാവിനെ നമ്മൾ മനസ്സിലാക്കുക. എന്നെ ജീവിതത്തിൽ വിസ്മയിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. ഞാൻ പെരുമ്പടവ് നാട്ടിലേക്ക് ബസ് കയറാൻ വേണ്ടി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഇത് 1980കളിലാണ്. അന്ന് ശാലോം മാസികകളില്ല, ഇതുപോലെയുള്ള ആധ്യാത്മിക ലേഖനങ്ങൾ പരസ്യമല്ല. അതുകൊണ്ട് തന്നെ ബോറടിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഓറഞ്ച് പൊതി എന്ന് തോന്നുന്നത് പോലെ ഓറഞ്ചെല്ലാം എടുക്കപ്പെട്ടിട്ട് പത്രത്തിൻ്റെ ഒരു പൊതി, അതിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഒരു ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട. ഞാൻ ചെന്നു അതെടുത്തു വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുക, പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. മാതാവിനെ ഒരുക്കി കൊച്ചിന് വിഷമമൊന്നും ഉണ്ടാകാതിരിക്കാൻ, യോസേപ്പ് പിതാവിനെ ഒരുക്കി കൊച്ചിനെ സംരക്ഷിക്കാൻ വേണ്ടി ഹെറോദോസിൻ്റെ അടുത്തുനിന്ന് ആൾക്കാരെ മാറ്റിവിട്ടു. ജനിച്ചപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി ആട്ടിടയന്മാരെ വിട്ടു. ഇങ്ങനെ ഏതൊക്കെ സമയത്താണ് ഇടപെടലുകൾ വേണ്ടേ അവിടെയെല്ലാം ഇടപെട്ടുകൊണ്ട് അവസാനം തൻ്റെ പ്രിയപുത്രൻ്റെ ആത്മാവിനെ കൈകളിലേക്ക് സ്വീകരിക്കുന്നത് വരെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു എന്ന് ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇത്രയും അതിനകത്ത് എഴുതിയിട്ട് ഒരു ചോദ്യമുണ്ട് അതിനകത്ത്. ഇങ്ങനെ കണ്ണെടുക്കാതെ കാത്തിരുന്ന കുഞ്ഞിനെ തല്ലി തകർത്ത് നിനക്ക് വേണ്ടി കൊല്ലാൻ വിട്ടു തന്നെങ്കിൽ നിന്നെയാണോ ആ കുഞ്ഞിനെയാണോ പിതാവ് സ്നേഹിക്കുന്നത് എന്ന ഒരു ചോദ്യം ബൈബിളിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നമുക്കൊരു ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, എങ്കിൽ പിതാവായ ദൈവം ഇപ്പം നിനക്കൊരു സന്ദേശം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് പോലും സന്ദേശവാഹകരെ അയക്കും. അത് ചിലപ്പോൾ സംഭവങ്ങളാകാം, സാഹചര്യങ്ങളാകാം, വ്യക്തികളാകാം.
ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മളിത് അനുഭവിച്ചിരിക്കുന്നു, എത്രയോ പ്രാവശ്യം. അപ്പോഴെല്ലാം നമ്മൾ ഭാഗ്യമെന്ന് പേരിട്ടത് കൊണ്ട് അതൊക്കെ തിരിച്ചറിയാതെ പോയിട്ടുണ്ടാവാം, ഇല്ലേ? സിസ്റ്റർ, ഈ പറഞ്ഞതിലോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ, ചെറുതും വലുതുമായ അനുദിന ജീവിതത്തിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മൾ ഉള്ളം കൈയിൽ വഹിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ടാകാം. ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്, പണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് നടന്നു പോവാം, റോഡ് ക്രോസ് ചെയ്യണം. ഞാൻ ക്രോസ് ചെയ്തു, അദ്ദേഹം ഫോൺ വന്നു, അതുകൊണ്ട് അദ്ദേഹം 2 മിനിറ്റ് ബാക്കിലായിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം വന്ന് അതായത് ഇടിക്കാനായിട്ട് പോയി. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹം ആ ജീവൻ രക്ഷിച്ചത്. പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അൻസാ, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്കൊരു വേദന കടന്നു വന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദനമായിട്ടായിരിക്കാം, ദൈവം തന്നൊരു പ്രേരണയായിരിക്കാം, ദൈവം തന്നൊരു ബോധ്യമായിരിക്കാം, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഭാഗ്യമെന്ന് പറയരുത്, ആ കൊടുക്കേണ്ട മഹത്വം ദൈവത്തിനാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ആണ് നീ രക്ഷപ്പെട്ടത്. ദൈവത്തിന് ആ മഹത്വം കൊടുക്കുക. കാരണം കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ സ്പെസിഫിക് ആയിരുന്നു, നിനക്കൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ആ പേരിന് തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് എഴുതിയ ഒരു പേരാണ് യേശു എന്നുള്ളത്. ആ മഹത്വം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തിരുഹൃദയ സംസ്കാരം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ശരിക്കും ഊന്നി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ, നമ്മുടെ ഉള്ളിലെ ഉണ്മയിലുള്ള ദൈവത്തിൻ്റെ ഉണരൽ, ഒപ്പം ആ ദൈവീകതയുടെ ചുറ്റുപാടുമുള്ള പ്രകാശനവുമാണ് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദൈവീക ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടപെടലുകളാണെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നു, നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. ഇത് നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു അവബോധത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മളിലെ ദൈവീകത ഇങ്ങനെ വളർന്നു വരാൻ, അതിൻ്റെ പ്രകാശം പ്രസരിപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവരാജ്യം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു അനുഭവം നമ്മളിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്, നമ്മളിൽ നന്ദി നിറയും, നമ്മളിലെ ദൈവീകത വളരും. അതതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും അത് വളരെ വ്യക്തിപരമായിരിക്കും. മറ്റൊരാളോട് പറയുമ്പോൾ അത് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല, മറ്റൊരാൾക്ക് അതൊരു ദൈവിക ഇടപെടലാണെന്ന് പോലും തോന്നുകയില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാതെ വരും. അത്തരം യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാതെ സാധാരണ ചില സംഭവങ്ങളെ എല്ലാം നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ട് എടുക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും, ദൈവമേ ഇതെങ്ങനെയാണ് ഞാൻ നിഷേധിക്കുക, ഇത് നീയല്ലെന്ന് എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക എന്ന് വ്യക്തിപരമായിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? അത്തരം സംഭവങ്ങൾ നമ്മൾ ആഘോഷിക്കണം, നമ്മൾ പറയണം. ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ ചാച്ചൻ ഒരപകടത്തിൽ മരിച്ചതാണ്. ഞാനാണ് നിർബന്ധിച്ച് ചാച്ചനെ കൊണ്ടുപോയി മാവിൽ കയറ്റിയത്. ചാച്ചൻ ഒരിക്കലും മരത്തിൽ കയറി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഓടിച്ചെന്ന് ഏണിയെടുത്ത് കൊണ്ടുവന്ന് കുത്തി നാട്ടിക്കൊടുത്ത് ചാച്ചനെ നിർബന്ധിച്ചു മാവിൽ കയറാൻ. കാരണം അത് SSLCയുടെ സ്റ്റഡി ലീവായിരുന്നു. ചാച്ചൻ കയറി. ഒരിക്കലും കുലുക്കാത്ത മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന നാടൻ മാവ് ചാച്ചനൊന്ന് കുലുക്കിയപ്പോഴേ ചെതറി വീഴുന്ന മാങ്ങാപ്പഴം കണ്ട് ഞാൻ ഓടിച്ചെന്ന് ഒരു കലവും ഒരു കപ്പും എടുത്തു കൊണ്ടുവന്ന് കുറച്ച് മാങ്ങാപ്പഴം എൻ്റെ കപ്പിനകത്തോട്ട് ശേഖരിക്കുമ്പോൾ ഒരൊച്ച കേട്ടു, എൻ്റെ അമ്മേന്ന്. ഞാൻ കാണുന്നത് ഞാൻ ചാരിക്കൊടുത്ത ഏണിക്കമ്പയിലോട്ട് എൻ്റെ അച്ചായൻ വന്ന് വീഴുന്നതാണ്. ഈ ഒരു വശം ഒന്നടിച്ചു. എൻ്റെ മുമ്പിൽ വളരെ അടുത്ത് ചാച്ചൻ വന്ന് വീണു, നിവർന്നു, വായിലൂടെ ബ്ലഡ് വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ കയ്യിൽ ഈ മാങ്ങാപ്പഴവും കപ്പും ഇരിപ്പുണ്ട്. ഞാൻ അനങ്ങിയില്ല, കരഞ്ഞില്ല, കാറിയില്ല. ഇന്ന് മനഃശാസ്ത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം എനിക്കെന്ത് സംഭവിച്ചു എന്ന്. ആ സമയത്ത് എൻ്റെ അമ്മ താഴെ നിന്ന് ഓടി വന്ന് 1 മിനിറ്റ് ഞാനങ്ങനെ നിന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് അമ്മ താഴെ നിന്ന് ഓടി വന്ന് ചാച്ചനെ കോരി വാരിയെടുത്ത് മടിയിലേക്ക് കയറ്റുന്ന ഒരു രംഗം വരെ 1 മിനിറ്റ് ഞാൻ അനങ്ങാതെ നിന്നു. വന്ന അമ്മ എന്നെ കണ്ടിട്ടില്ല. ഇത് ലോകത്തിൽ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ എവിടെയോ മറവിൽ പോയി അത്. കാരണം അതെൻ്റെ മനസ്സിനെ അത്ര ബ്ലാങ്കായ ആക്കിയ നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ
28 വർഷങ്ങൾക്ക് ശേഷം കൊളത്തുവയലിൽ ധ്യാനിക്കാൻ പോയി. കൂരാച്ചുണ്ടിലെ കുഞ്ഞാട്ടൻ എന്ന് പറയുന്ന ആളുടെ മുന്നിൽ എനിക്ക് കൗൺസിലിംഗ് നടത്താൻ അവസരം കിട്ടി. ഞാൻ കടന്നു ചെല്ലുന്നു. കുഞ്ഞാട്ടൻ ചോദിച്ചു, സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. കുഞ്ഞാട്ടൻ കണ്ണടച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ കുഞ്ഞാട്ടൻ എന്നോട് പറഞ്ഞു, ഞാനൊരു മരം കാണുന്നുണ്ട് എന്ന്. മരം കാണുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച്, എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവരടിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല, മുഖത്തോട്ട് മാത്രം നോക്കിയിരുന്നു. കുഞ്ഞാട്ടൻ പിന്നെ കണ്ണടയ്ക്കുന്നു, എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പം കുഞ്ഞാട്ടൻ തുടങ്ങി, അതൊരു വലിയ മാവാ സിസ്റ്ററെ. ആ മാവിന് കുറേ മുകളിലാണ് ശിഖരം, അതേലൊരു ഏണി ചാരി ഇരിപ്പുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഏതാണ്ടൊരു 10-15-16 വയസ്സുള്ളൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. അവൾ ചുവന്ന ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത്. ആ ചുവന്ന ബ്ലൗസിന് പോലും ചരിത്രമുണ്ട്, ചാച്ചനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. കയ്യിൽ കപ്പുണ്ട്, കപ്പ് നിറയെ മാങ്ങായുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ വികാരാധീനയായി. ഞാൻ പറഞ്ഞു, ഇനി മിണ്ടരുത്. കാരണം എനിക്ക് അവിടുന്ന് കരയാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞാട്ടൻ പറഞ്ഞു, സിസ്റ്റർ പോകണം, അച്ഛനോട് പറയണം, അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തണം. ഞാൻ പറഞ്ഞു, കുഞ്ഞാട്ട കൗൺസിലിങ്ങിൽ അച്ഛൻ ഒരുപാട് തിരക്കാണ്, അതുകൊണ്ട് ഞാൻ പോയില്ല. കുഞ്ഞാട്ടൻ പറഞ്ഞു, ഇല്ല, അച്ഛൻ ഉണ്ണാൻ ഇരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ചെന്നിട്ട് പറയണം. കൗൺസിലർ പറഞ്ഞു വിട്ടു, അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അച്ഛൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അങ്ങ് നടന്നു, ഞാനിതാ വരുന്നു എന്ന്. ഞാനവിടെ അച്ഛൻ പറഞ്ഞ സ്ഥലത്ത് ചെന്നിരുന്നു. അച്ഛൻ ഒരു ടർക്കി കൊണ്ട് കൈ തുടച്ച് കയറി വരുന്ന അച്ഛൻ എന്നോട് പറയുവാണ്, സിസ്റ്ററിന് വേണ്ടി വരുന്ന വഴിക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനൊരു വലിയ മാവാണല്ലോ സിസ്റ്ററെ കാണുന്നതെന്ന് എനിക്ക് ഉറപ്പറിയാം. ഞാൻ പോരുമ്പം കുഞ്ഞാട്ടൻ അവിടെ വേറെ ആളെ കാണുക. ആ കുഞ്ഞാട്ടൻ വന്ന് അച്ഛനോട് പറയാൻ ഇടയായിട്ടില്ല എന്നെനിക്ക് ഉറപ്പറിയാവുന്നത് കൊണ്ട് ഇത് കുഞ്ഞാട്ടൻ പറഞ്ഞിട്ടല്ല എന്നറിയാം. ഞാൻ ഉറക്ക കരഞ്ഞു. പിന്നെ കുഞ്ഞാട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ. അതല്ല എന്നെ സ്വാധീനിക്കുന്നേ. ഈ കുഞ്ഞാട്ടൻ പറയുന്ന നിമിഷം എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്നൊരു ചോദ്യം ഇങ്ങ് വന്നു, ദൈവമേ ഇതാരാ കണ്ടേ? ഈ ലോകത്തിൽ ഇതാരും കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ നിന്ന് പോലും അതിങ്ങനെ മാഞ്ഞു നിൽക്കുന്നതാണ്. അത് ഓർക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മനസ്സ് മറച്ചു കളഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതാരാ കണ്ടേ? ഇങ്ങനെ നമ്മളെ കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വചനം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഉമ്മിനീരിറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങനെ നോക്കിയിരിക്കും? ഉമ്മിനീരിറക്കാൻ പോലും ഇടം തരാതെ. അത് തന്നെയാണ് നമ്മൾ 139-ാമത്തെ സങ്കീർത്തനത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് 18-ാം വചനം വരെ വായിക്കുന്നത്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ച് നടത്തും. ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളല്ലേ അല്ലേ? നമ്മളിങ്ങനെ ഇവിടെയൊന്നും പറഞ്ഞാൽ നമുക്ക് തീരാത്ത അനുഭവങ്ങൾ. ഞാൻ ഇത്തരം അനുഭവങ്ങൾക്ക് ശേഷം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പല മനുഷ്യരുടെയും അടുത്ത് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്, അവരുടെ ദൈവാനുഭവങ്ങളെക്കുറിച്ചറിയാൻ. അതൊക്കെ എന്നെ ചെന്ന് അവസാനിപ്പിക്കുന്നത് ജീസസ് സർപ്രൈസ്ഡ് മീ എന്ന് അവരൊക്കെ സംസാരിക്കുന്നത് പോലെയാണ്. പക്ഷേ അവരാരും ഇങ്ങനെ പറയാറില്ല. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലിങ്ങനെ ഇത്തിരിയെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുടെ മനസ്സിലെല്ലാം ഉണ്ട്, ദൈവമേ ഇതെന്താ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ എന്ന് അവരറിയാതെ തന്നെ സ്വയം ചോദിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. എന്തേ അവിടെ ഒളിച്ചാലും ഇവിടെ ഒളിച്ചാലും എല്ലാം കാണുന്ന ഒരു ദൈവം സത്യത്തിൽ ഈശോ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുമല്ലേ, പിന്നെ നമ്മൾ ചെല്ലുന്നിടങ്ങളിലെല്ലാം കാണത്തില്ലേ? മനഃശാസ്ത്രത്തിലും ഈ ട്രമൻഡസ് പൊട്ടൻഷ്യാലിറ്റി എന്നും ഈ ഡിവൈൻ റിയാലിറ്റി എന്നും ഒക്കെ പറയുന്നത്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ ദൈവീകതയാണ്. ഈ ദൈവീകതയുടെ അവബോധം, ഈ നന്മയുടെ അവബോധം, അത് ആഴത്തിൽ അനുഭവിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ആ അവബോധം നമ്മളിൽ ഉണ്ടാവുകയും അതിൻ്റെ പ്രകാശനം നടക്കുകയും ചെയ്യുമ്പോഴാണ് തിരുഹൃദയ സംസ്കാരം നമ്മുടെ ഇടയിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വരിക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്,
നിങ്ങൾ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. ഞാൻ മാത്രമല്ല, പിതാവായ ദൈവവും വന്ന് വാസമുറപ്പിക്കും. ഞങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. അപ്പോൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞതിനോട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട് എന്നുള്ളത്, വസിക്കുമെന്നുള്ള കാര്യം യേശുക്രിസ്തുവും ആ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന കൂടിയുണ്ട് അല്ലേ? ശരിക്കും നമ്മളിൽ ഇങ്ങനെ വസിച്ചാലുണ്ടല്ലോ, ആ വസിക്കുന്നു എന്ന ബോധം നമ്മുടെ ഡിഗ്നിറ്റിയെ വർദ്ധിപ്പിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ തീരുമാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും എല്ലാം അത് സ്വാധീനിക്കും. സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു സംഭവം ഓർക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ മക്കളെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ, അത് 2006 അത് എനിക്ക് രാവിലെ ഒരു 4 മണിയായപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിശപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചതാന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പം ആൾ പറഞ്ഞു, ഈ സമയത്ത് പോയി ഒന്നും മേടിക്കാൻ പറ്റില്ല, ഒരു കടയും തുറക്കില്ല, നീ ഇപ്പം തൽക്കാലം ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുന്നു പറഞ്ഞു. അപ്പം അമ്മച്ചി എനിക്ക് ഒരു ബിസ്ക്കറ്റും ഇച്ചിരി ചൂടുവെള്ളം എടുത്തു. പക്ഷെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരികയായിരുന്നു. എന്നാലും വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞാനത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഡോറയിലൊരു മുട്ട. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു അങ്കിള് ഒരു പാത്രം നിറച്ച് ഇഡ്ഡലിയും ചമ്മന്തിയായിട്ട്, അതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഇഡ്ഡലിയും ചമ്മന്തി. ആ സമയത്ത് നമ്മളുടെ ചിന്തയിലില്ലാത്തൊരു കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാത്തൊരു സംഭവമാണ്. ആ സമയത്ത് ഇഡ്ഡലിയും ചായയും ചമ്മന്തിയായിട്ട് എനിക്കത് കൊണ്ടു തന്നെ ഒരുപാട് നന്ദിയോടുകൂടി ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ ഇപ്പം ഞാൻ ആഗ്രഹിച്ചതാണിത്, അത് ദൈവം ബ്രദറിലൂടെ എനിക്ക് കൊണ്ടു തന്നു എന്ന്. ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാതെ, തള്ളിക്കളയാൻ പറ്റാതെയുള്ള സാഹചര്യങ്ങൾ ഇതുപോലെ ഭക്ഷണകാര്യം തന്നെയുണ്ട്. രോഗിയായിട്ട് ആശുപത്രിയിൽ കിടന്നപ്പോൾ പെട്ടെന്ന് ഭക്ഷണവുമായിട്ട് പ്രത്യേക സാഹചര്യത്തിലെത്തിയ കഥകളൊക്കെ പറയാനുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും പലതരത്തിൽ പല രീതിയിൽ ഇടപെട്ട സാഹചര്യങ്ങൾ. നമ്മളിത് പലപ്പോഴും ഓർക്കുകയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. നമ്മുടെ വീടുകളിൽ ഇതൊക്കെ പറയണം. ഇതിനാണ് നമ്മൾ സെലിബ്രേഷൻ ഓഫ് മാഗ്നിഫിക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ ദൈവിക ഇടപെടലുകൾ ഇതുപോലെ നമ്മൾ ഓഫീസിൽ പോയ വഴിക്ക്, വന്ന വഴിക്ക്, ഓഫീസുകളിലെ ഇടപെടലുകളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് ഇടപെട്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ പറയണം. മക്കളത് കേൾക്കണം. അപ്പം മക്കൾക്കറിയാൻ പറ്റും, ഇങ്ങനെയൊക്കെ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് അല്ലേ എന്ന്. അങ്ങനെ അവരിലെ ദൈവികത വളരും. അതതിൻ്റെ പ്രത്യേകത. തിരുഹൃദയ സംസ്കാരം നമ്മുടെ വീടുകളിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ ചാനലുകൾ നമ്മൾ വീടുകളിൽ തുറക്കാൻ തയ്യാറാവണം. ഇത് പറയുമ്പോൾ സിസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഉറ്റുനോക്കുന്ന അനുഭവമായിട്ട് നോക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും അത് മറ്റൊരാളിലൂടെ പറയപ്പെടുന്നു. അപ്പോഴറിയണം എൻ്റെ ഹൃദയവിചാരം പോലും ദൈവം അറിയുന്നു. ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം വായിച്ചു 23:4, മരണത്തിൻ്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഈ മരുഭൂമിയിൽ ഗൾഫ് രാജ്യത്ത് വന്നതിന് ശേഷം എൻ്റെ കൺമുമ്പിൽ ഒത്തിരി അപകടങ്ങൾ കണ്ടു. മരിക്കേണ്ടതാണ് എന്ന് ഞാൻ തന്നെ തീരുമാനമെടുത്ത അപകടങ്ങൾ. അവിടെ നിന്നൊക്കെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ കാരുണ്യം. അപ്പോൾ ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന ചില വസ്തുവകൾ, സാധനങ്ങൾ, അത് പറയാതെ തന്നെ എനിക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു അനുഭവങ്ങൾ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കും കൂടുതൽ ബോധ്യങ്ങൾ ജീവിതത്തിൽ നടന്ന വിജയങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഞാനും അതൊരു ഭാഗ്യമായിട്ട് ചിന്തിച്ച വ്യക്തിയാണ്. അപ്പോൾ അത് ഭാഗ്യമല്ല, ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്, കൃപയാണ്. അതിന് നന്ദി പറയാനായിട്ടുള്ള ആ ഒരു ബോധ്യമാണ് ഇതിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, സിസ്റ്ററെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ പറയേണ്ടത്, പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ഫിലിപ്പൈൻസിലെത്തി. ടൂറിസ്റ്റ് വിസയിലാണ് ഫിലിപ്പൈൻസിൽ പഠിക്കാൻ പോയത്. അവിടെ ചെന്നപ്പം ടൂറിസ്റ്റ് വിസയിൽ നിന്ന് മിഷണറി വിസയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകളെല്ലാം റെഡിയാക്കി കമ്മീഷൻ ഓഫീസിൽ കൊടുത്തു. അതിന് ഒരുപാട് പേരെ ഉപകരണമാക്കിയിട്ടാണ് അത്രയാക്കിയെടുത്തത്. എന്നിട്ട് എന്നെ സഹായിച്ചവരെന്നോട് പറഞ്ഞു, ഒരു 3 മാസമൊക്കെ ആകുമ്പം ചെന്ന് ചെക്ക് ചെയ്തു. കാരണം ഞാൻ അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ 3 മാസത്തോളം കാത്തിരുന്ന് ചെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരൊറ്റ പേപ്പറും അവിടെ ഒരിടത്തുമില്ല. എൻ്റെ ഒറിജിനൽ പാസ്പോർട്ട്, വിസ എല്ലാം അവിടെ എവിടെയോ പോയി കഴിഞ്ഞിരിക്കുന്നു. വല്ലാതെ ഞാൻ ഭയപ്പെട്ടു. ആദ്യമായിട്ട് ഞാനൊരു വിദേശ രാജ്യത്ത് ചെന്നതാണ്. ഞാൻ വന്ന് വല്ലാതെ വേദനിച്ച് ചാപ്പലിലേക്ക് കയറി. അവിടെ തിരുഹൃദയത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ മുന്നിൽ പോയി മരച്ചു നിന്നു. ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല.
പക്ഷേ അവിടെ സിസ്റ്റേഴ്സ് സായാഹ്ന പ്രാർത്ഥന ചെല്ലുന്ന സമയമായിരുന്നു. സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് അവർ ഊട്ടുമുറിയിലേക്ക് നടന്നു. ഞാൻ എങ്ങോട്ടും നീങ്ങാനാകാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അവിടെ ഒരു തൂണെ പിടിച്ച് നിൽക്കുക. അവിടെ ഇങ്ങനെ നേഴ്സറി ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഒരു കോൺവെൻ്റാണ്. അതിൻ്റെ പരിസരത്ത് കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സ് വെൻ ടു ഈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പയ്യെ കൈ അങ്ങ് മാറ്റി വിട്ടു. കാരണം എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു മൂഡായിരുന്നില്ല. അപ്പോൾ ആ കൊച്ചെന്നെ ഇങ്ങനെ വട്ടം അങ്ങ് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പോയി, സിസ്റ്റേഴ്സ് വെൻ ടു ഈറ്റ് യു നോ ദാറ്റ് എന്ന് ചോദിച്ചു. ഈ കൊച്ച് ഇത്ര സ്മാർട്ടായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഇനി ചുമ്മാ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, മോളെ വൈ ആർ യു വെയിറ്റിംഗ് ഹിയർ? ഐ എം വെയിറ്റിംഗ് ഫോർ മൈ മമ്മി. വേഴ്സ് യുവർ മമ്മി വർക്കിംഗ്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൺലി ടു എൻ്റർടൈൻ. ആ കുഞ്ഞ് പറയുക, എൻ്റെ മമ്മി ഇമിഗ്രേഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുവാന്ന്. എൻ്റെ ഹോൾ സിസ്റ്റം നോർമലായി. ഞാനൊരു കഷ്ണം കടലാസിൽ കുഞ്ഞിന് എഴുതി കൊടുത്തു, മമ്മി വരുമ്പോൾ എന്നെ വിളിക്കാൻ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഊട്ടുമുറിയിലേക്ക് പോയി. വിളി വന്നു. വരുമ്പോൾ ഫുൾ സൂട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലീന നിൽക്കുന്നു. ലീന എൻ്റെ വീസ പ്രോസസ്സ് ചെയ്യേണ്ട മേശകളിൽ ഒരിടത്തിരിക്കുന്നവളാണ്. എന്നോട് പറഞ്ഞു, സിസ്റ്റർ നാളെ വാ. ഞാൻ പിറ്റേ ദിവസം ചെല്ലുമ്പം കാണുന്നത് ഇമിഗ്രേഷൻ ഓഫീസറുടെ സെക്രട്ടറി, ഒരു വലിയ സ്ത്രീ അവിടെ എന്നെ കാത്തിരിക്കുക. എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഓഫീസിൽ നിർത്തിയിട്ട് ചോദിച്ചു, എവിടെയാണ് ഇത് കൊടുത്തതെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ഇവിടെയാണ്. ആ സ്ത്രീ അവിടെ തഗാലോയിൽ കുറേ ഫയറിങ്. എന്നിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി ഓഫീസിലിരുത്തി ഫലൂദ തന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ എല്ലാ പേപ്പറുകളും മുന്നിൽ. ആ ലീന എൻ്റെ ഒരു ഫോട്ടോ അവിടെ എടുത്തു വെച്ചു. ആരെങ്കിലും പിന്നെ ഇന്ത്യയിൽ നിന്ന് വന്നാൽ അവരോട് ചോദിക്കും, ഈ സിസ്റ്ററിനെ അറിയുമോ? അവർക്ക് പിന്നെ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും. ഞാൻ പിന്നെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോകേണ്ട കാര്യമേ വന്നിട്ടില്ല. അതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ലീനയുടെ വീട്ടിലൊരിക്കൽ പോയി. ഈ കൊച്ചൻ്റെ പരിസരത്ത് വരുന്നില്ല. ഞാൻ ആ കൊച്ചിനെ സ്കൂളിൽ തേടി നടക്കും. കാരണം എന്നെ രക്ഷിച്ച മാലാഖ എന്ന നിലയിൽ ഈ കൊച്ചു പരിസരത്ത് വരത്തില്ല. ഞാൻ ലീനയോട് പറഞ്ഞു, ലീന, ഞാൻ ലീനയെ പരിചയപ്പെട്ടത് ഇവള് കാരണമാണ്. ഇവൾ ഇങ്ങനെ ചെയ്തു, എന്നെ വട്ടം പിടിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു. ലീന വിശ്വസിക്കില്ല. സിസ്റ്ററെ, ഞാനിത് വിശ്വസിക്കില്ല. ഇവളാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഷീ ഈസ് വെരി ഷൈ പേഴ്സൺ. ഇതിനൊക്കെ എന്തുത്തരം പറയും? ആരുത്തരം പറയും? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറുതായും വലുതായും കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വാസം വരണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നിഷേധിക്കാനാവാത്ത എത്രയോ എത്രയോ സംഭവങ്ങളാണ്. അത് കിച്ചണിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരോട് ചോദിച്ചാലും, പറമ്പിൽ വേല ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാലും, വീടുകളിലെ വീട്ടമ്മമാരോട് ചോദിച്ചാലും, ഭയങ്കര പണക്കാരോട് ചോദിച്ചാലും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പിന്നെ ചിലർ കാണുന്നു, ആഘോഷിക്കുന്നു, ഷെയർ ചെയ്യുന്നു. ചിലരതിനെയൊക്കെ ഭാഗ്യമെന്ന് പേര് വെച്ച് വിളിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് വിചാരിക്കുന്നവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നന്ദി നിറയുന്നു. നന്ദി കാരണം അവർക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ ജീവിക്കണമെന്ന് തോന്നുന്നു. ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നു. അവരുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളൊരു പ്രത്യേക സന്തോഷത്തിലും സമൃദ്ധിയിലും വളരുന്നു. ചുരുക്കം പറഞ്ഞാൽ, കൂടെ നടക്കുന്നവൻ്റെ കൂടെ നടക്കുക. അതാണ് സൈക്കോ സ്പിരിച്വൽ ഇൻ്റഗ്രേഷനിൽ നമ്മളോട് പറയുന്നത്. അതുതന്നെയാണ് തിരുഹൃദയ സംസ്കാരത്തിൽ വളരാനുള്ള ഏറ്റവും നല്ല മാർഗവും. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ദൈവ അനുഭവം അല്ലെങ്കിൽ ആ ദൈവിക യാഥാർത്ഥ്യം നമുക്ക് തന്നെ അവബോധത്തിലേക്ക് കിട്ടി. ആ അവബോധത്തിൽ ഉണർന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഈ ദൈവികത അല്ലെ ഈ നന്മ പ്രസരിപ്പിക്കുവാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ കൂടെ ദൈവം നടക്കുന്നത് കാണണം. നമുക്കത് കിട്ടണം. അത് ഉദാരമായി ദൈവം തരുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനുമായിട്ട് മാറാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഈ തിരുഹൃദയ സംസ്കാരത്തിൽ വളരുക. ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലിങ്ങനെ നന്ദി നിറയുന്നത്. ഈ നന്ദിയുടെ നിറവാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണമെന്ന് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയും സൈക്കോ സ്പിരിച്വൽ ഇൻ്റഗ്രേഷനും അല്ല ബൈബിളും എല്ലാം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അത് തിരുഹൃദയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ അവകാശവുമാണ്, ഒരു വലിയ നന്മയുമാണ്. അതുകൊണ്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലിങ്ങനെ അറിയാതെ നമ്മളൊക്കെ പാടിപ്പോകാറില്ലേ, ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശോയേ, ഈ ഭൂമിയിൽ
ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശോയേ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.